കോട്ടയം ജില്ലയിൽ പരമ്പുഴ എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ 72 വയസ്സുള്ള ലാൽസൻ എന്ന വ്യക്തി ഡ്രൈ ക്ലീനിംഗ് ബിസിനസ് നടത്തുന്നു. ഭാര്യയുടെ പേര് പ്രസന്നകുമാരി. ഇവർക്ക് 60 വയസ്സായി. ഇവർക്ക് ആകെ 2 ആൺമക്കളുണ്ട്. പ്രവീൺ ലാൽ എന്ന മകൻ 28 വയസ്സ്. അയാളും അച്ഛനോടൊപ്പം ഡ്രൈ ക്ലീനിംഗ് ബിസിനസ് റൺ ചെയ്യുന്നു. ഇവരുടെ ഇളയ മകന്റെ പേര് വിപിൻ ലാൽ. 24 വയസ്സുള്ള ഇയാൾ ഓഡിറ്ററായി ജോലി ചെയ്യുകയാണ്. ഈ 3 പേരും ചേർന്നാണ് ഈ ബിസിനസ് നടത്തുന്നത്. പക്ഷേ ഇളയ മകന് ജോലി സംബന്ധമായി പലപ്പോഴും പട്ടണത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടിയൊക്കെ വരും. ഇങ്ങനെ ഇവരുടെ കുടുംബം ധാരാളം പണവും സമ്പാദിക്കുന്നുണ്ട്. അതും ഡ്രൈ ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ ലോക്കലിലുള്ള ജനങ്ങളുടെ വസ്ത്രം മാത്രം അല്ല വൃത്തിയാക്കുന്നത്. ധാരാളം ഹോസ്പിറ്റലുമായി ടൈപ്പ് ഉണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന തലയണ കവറുകൾ എല്ലാം തന്നെ ഡ്രൈ ക്ലീനിങ് ചെയ്ത് നൽകുന്നത് കൊണ്ട് ഇവർക്ക് ആശുപത്രി വഴിയും ഹോട്ടലിലൂടെയും ധാരാളം ബിസിനസ് നടക്കുന്നുണ്ട്. ഈ സമയത്ത് 2015 മെയ് മാസം 17-ന് ഈ ഡ്രൈ ക്ലീനിംഗ് ഷോപ്പ് ഒരു പലചരക്ക് കടയുടെ എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബാബു എന്ന വ്യക്തിയാണ് പലചരക്ക് കട നടത്തുന്നത്. അയാൾ രാവിലെ 6 മണിക്കൊക്കെ കട തുറന്ന് പാല് വെക്കാൻ തുടങ്ങി. ആ സമയത്താണ് എതിർവശത്തുള്ള ഈ ഡ്രൈ ക്ലീനിംഗ് ഷോപ്പ് നോക്കിയത്. കടയുടെ ഷട്ടർ ഏകദേശം ഒരു 70% അടച്ചിട്ടുണ്ട്. 30% മാത്രം തുറന്നിരിക്കുകയാണ്. ഇയാൾക്കൊന്നും മനസ്സിലായില്ല. ഒന്നുകിൽ കട പൂർണ്ണമായും തുറയ്ക്കും, ഇല്ലെങ്കിൽ പൂർണ്ണമായും അടയ്ക്കും. അങ്ങനെ തുറന്നാലും ഒരു 7-8 മണിക്ക് തുറക്കത്തുള്ളൂ. പക്ഷെ ഇന്നെന്താണ് ഇങ്ങനെ പതിവിലും വിപരീതമായി ഷട്ടർ പകുതിയിൽ വെച്ച് ഇങ്ങനെ അടച്ചിരിക്കുന്നത്? ഇദ്ദേഹത്തിന് അതൊന്നും മനസ്സിലായില്ല. പിന്നെ വലിയ കാര്യമാക്കിയില്ല. വീണ്ടും കടയിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. രാവിലെ 8 മണിയായി. അപ്പോഴും ആ കട നോക്കി, ഷട്ടർ അതുപോലെ തന്നെയാണ്. വീണ്ടും ഒരു 10 മണി. അപ്പോഴും നോക്കി, ഷട്ടർ അതുപോലെ തന്നെയാണ്. ഇപ്പൊ എന്തൊരു സംശയം തോന്നി. ഈ സമയത്ത് അയാൾക്കൊരു ഫോൺ കോൾ വന്നു. ഈ ഡ്രൈ ക്ലീനിങ് നടത്തുന്ന ലാൽസൻ എന്ന വ്യക്തിയുടെ അവസാന മകനാണ് ഫോൺ ചെയ്തത്. വിപിൻ ലാൽ പറഞ്ഞത്, ചേട്ടാ, അച്ഛനെയും അമ്മയെയും രാവിലെ മുതലേ ഞാൻ ഫോൺ വിളിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല, ഒന്ന് പോയി എന്താണെന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. ഇപ്പോ ഇദ്ദേഹത്തിന് ഇതിനകം തന്നെ ഒരു സംശയമുണ്ട്, ഷട്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു എന്ന്. ഇപ്പോൾ മകൻ തന്നെ വിളിച്ച് അച്ഛനെയും അമ്മയും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞു. എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് കരുതി ആ കടയെ നോക്കി നടന്നു. ആദ്യം ഷട്ടറിന് താഴെ കുനിഞ്ഞ് ലാൽസൻ ലാൽസൻ എന്ന് വിളിച്ചു നോക്കി. അകത്ത് നിന്ന് യാതൊരു മറുപടി ലഭിച്ചില്ല. അടുത്ത അദ്ദേഹം ഈ ഷട്ടർ ലിട്ടിങ്ങിനെ അടിക്കാൻ തുടങ്ങി. അപ്പോഴും പ്രതികരണം ഒന്നുമില്ല. ഇനി എന്താണെന്ന് അറിയാനായി ഷട്ടർ തുറന്ന് അകത്തേക്ക് നോക്കി. ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ എവിടെ നോക്കിയാലും രക്തം മാത്രമായിരുന്നു. ധാരാളം രക്തമുണ്ട്. കൂടാതെ ഒരാളെ വലിച്ചുകൊണ്ടു പോയതിന്റെ ഒരു അടയാളവും തറയിലുണ്ടായിരുന്നു. ഡ്രൈ ക്ലീനിങ് ഷോപ്പ് എവിടെയാണോ അതിന് പിന്നിലായിട്ടാണ് ഇവരുടെ വീടുള്ളത്. ഇപ്പോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവിടെ എന്തോ ഒരു കുറ്റകൃത്യം സംഭവിച്ചിട്ടുണ്ട്. ഏതോ ഒരു വ്യക്തിയുടെ ശരീരം ഇവിടെ നിന്നും വീടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയതിന്റെ തെളിവും ലഭിച്ചു. ഇത് കണ്ട ബാബു എന്ന വ്യക്തി വല്ലാതെ ഭയപ്പെട്ടു. വളരെ വേഗത്തിൽ ഒരു 3-4 പേരെ സഹായത്തിനായി വിളിച്ചു. അവരും ഈ സംഭവ സ്ഥലത്തേക്ക് വരുന്നു. എല്ലാവരും കണ്ട് ഭയപ്പെട്ടു. അകത്തേക്ക് എന്തായാലും ഇപ്പോൾ കയറണ്ട, അകത്ത് എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്, പോലീസിനെ ഉടൻ തന്നെ അറിയിക്കണമെന്നും പറഞ്ഞു. പോലീസിനെ വിവരം അറിയിച്ചു. അടുത്ത ചില മിനിറ്റിൽ തന്നെ പോലീസും സംഭവ സ്ഥലത്തെത്തി. ഫോറൻസിക് വിദഗ്ധരും എത്തി. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ ഡ്രൈ ക്ലീനിംഗ് ഷോപ്പിനുള്ളിലേക്ക് കയറി നോക്കുന്നു. അതിന് പുറകിലുള്ള അവരുടെ വീടിനുള്ളിലേക്ക് പോകുമ്പോൾ വീടിനുള്ളിൽ ആ ലിവിംഗ് റൂമിൽ ഈ 3 പേരുടെയും ഡെഡ് ബോഡി കണ്ടെത്തുന്നു. അത്രയേറെ ക്രൂരമായൊരു രംഗമായിരുന്നു അത്. 3 പേരെയും ഏതോ ഒരു വ്യക്തി തലയിൽ സാരമായി തന്നെ അടിച്ചിട്ടുണ്ട്, കഴുത്ത് മുറിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും രക്തം മാത്രം. കടയ്ക്കുള്ളിലും രക്തം, വീടിനുള്ളിലും രക്തം. ഉടൻ തന്നെ ആ സംഭവം നടന്ന സ്ഥലം പോലീസ് പൂർണ്ണമായും സെക്യൂർ ചെയ്തു. ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്ക് തോന്നിയൊരു കാര്യം, വീടിനുള്ളിലെ ഒരുപാട് വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ട്. അതായത് വീടിനുള്ളിൽ ഒരു ബ്യൂറോ ഉണ്ട്, അതിനുള്ളിലുള്ള ചില ഡോക്യുമെന്റ്സ് പോയിട്ടുണ്ട്. കൂടാതെ ഡ്രൈ ക്ലീനിംഗ് ഷോപ്പിൽ നിന്നും പണവും നഷ്ടമായിട്ടുണ്ട്. വിലപിടിപ്പുള്ള ഒരുപാട് ആഭരണങ്ങൾ വീടിനുള്ളിൽ നിന്നും മോഷ്ടിച്ചതിന്റെ തെളിവും ലഭിക്കുന്നു. ഇതിനെല്ലാം പുറമെ പോലീസിനെ ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യം, കൊല്ലപ്പെട്ട ലാൽസന്റെ ഭാര്യ പ്രസന്നകുമാരി കഴുത്തിലും കയ്യിലും ധാരാളം ആഭരണങ്ങൾ ധരിച്ചിരുന്നു. എല്ലാ ആഭരണങ്ങളും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായി ആ സ്ത്രീയുടെ ചെവിയിൽ കമ്മലുണ്ടായിരുന്നു. ഒരുപക്ഷെ വന്നയാൾക്ക് ചെവിയിലെ കമ്മൽ ഊരിയെടുക്കേണ്ട ഒരു സമയമോ സാഹചര്യമോ ലഭിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് അയാൾ ചെയ്തത് ആ ചെവിയോടുകൂടി അത് മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പ്രസന്നകുമാരിയുടെ 2 ചെവികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരെയും കൊന്ന കൊലയാളി വളരെ ക്രൂരനായ ഒരു വ്യക്തി തന്നെയാണ്. യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാത്തൊരു വ്യക്തി. വളരെ മൃഗത്തെ പോലെ ഇങ്ങനെ പെരുമാറിയെന്നാണ് പോലീസ് ചിന്തിച്ചത്. അതേസമയം വീട്ടിലെ ഇളയ മകൻ ഇക്കാര്യം അറിയിച്ചു. അവൻ വളരെ ദുഃഖത്തോടുകൂടി ഞെട്ടലോടുകൂടി ഓടിയെത്തി. തനിക്കായി കുടുംബത്തിലുണ്ടായിരുന്ന 3 പേരും നഷ്ടപ്പെട്ട അവസ്ഥയിൽ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിലവിളിച്ച് കരയുകയായിരുന്നു. 2 ദിവസം മുൻപ് ജീവനോട് കണ്ട അച്ഛൻ, അമ്മ, സഹോദരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തെ കൊണ്ട് അത് അംഗീകരിക്കാനേ സാധിച്ചില്ല. ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയ ഫോറൻസിക് എക്സ്പേർട്ട് അവിടെ നിന്നും എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് നോക്കുന്നു. കൂടെ നായകളെയും ഉപയോഗിച്ചു. കൊലയാളി എവിടെ പോയിട്ടുണ്ടാകാം എന്നുള്ളത് പരിശോധിച്ചു.
ഈ സമയം നായ ആ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. നേരിട്ട് തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. അവിടെ ചെന്നത് സ്റ്റോപ്പായി. പോലീസിന് ഇപ്പോൾ മനസ്സിലായി, ഒന്നെങ്കിൽ ഈ കൊലയാളി ഏതെങ്കിലും കാറിൽ വന്നിട്ടുണ്ടാകാം, ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാകാം, സംഭവം അവസാനിച്ചതിന് ശേഷം ഇവിടെ വന്ന് കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടുണ്ടാകാം, ഓട്ടോ അല്ലെങ്കിൽ ബസ് ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇതാണ് പോലീസ് ഊഹിച്ചത്. പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിലും പോലീസിന് വലിയ രീതിയിലുള്ള തെളിവുകളൊന്നും ലഭിച്ചില്ല. പക്ഷെ ഇതൊരു മോഷണത്തിന് വേണ്ടി ചെയ്ത കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ പോലീസ് ഈ വീട്ടിൽ ജീവനോടെയുള്ള അവസാനത്തെ മകനോട് പോലീസ് ചോദിച്ചു, നിങ്ങൾക്കിതിൽ ആരെയെങ്കിലും സംശയമുണ്ടോ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല, ഒരു പക്ഷേ ഈ ഒരു കൊലപാതകം മോഷണത്തിന് വേണ്ടി ചെയ്തതായിരിക്കാം. അടുത്ത കടയിൽ ആരെല്ലാമാണ് ജോലി നോക്കുന്നത്, എത്ര പേരുണ്ട്, ഈ വിവരങ്ങൾ എടുക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായി ഈ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ ജയ്സിംഗ് എന്ന നോർത്ത് ഇന്ത്യയിലുള്ള 26 വയസ്സുള്ള വ്യക്തി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ അവിടെ ഇല്ല. ഇതായിരുന്നു പോലീസിന് ഒരു വലിയ സംശയമുണ്ടാക്കിയ കാര്യം. അയാളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ അയാൾ പിന്നെ ഇവിടെ നിന്ന് എന്തിനു പോകണം? സത്യത്തിൽ ഈ ഒരു സംഭവം കണ്ട് ഭയന്ന് അയാൾ ഇവിടെ നിന്നും പോയതാണോ? അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനും ജയ്സിംഗ് എന്ന വ്യക്തിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇങ്ങനെ പല ചോദ്യം പോലീസിന് മുൻപിൽ വരുന്നു. പോലീസ് അടുത്ത് ഈ മരിച്ചുപോയ 3 പേരുടെയും മൊബൈൽ ഫോൺ പരിശോധിച്ചു. ഇതിൽ ലാൽസന്റെ മൊബൈൽ ഫോൺ ലഭിച്ചു, പ്രസന്നകുമാരിയുടെ മൊബൈൽ ഫോണും ലഭിച്ചു. എന്നാൽ ഇതിൽ കൊല്ലപ്പെട്ട അവരുടെ മകന്റെ മൊബൈൽ ഫോൺ മാത്രം ലഭിച്ചില്ല. പ്രവീൺ ലാലിന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല. പോലീസ് ഇപ്പോൾ ചിന്തിച്ചത്, ഇവരെ കൊന്ന ഈ കൊലയാളി പ്രവീൺ ലാലിന്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് സൈബർ സെൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്തത് അയാളുടെ ഫോൺ ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്ന് പരിശോധിച്ചു. അടുത്ത 3 പേരുടെയും സെൽഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചു. സംഭവം നടന്ന അന്നത്തെ ദിവസം ഈ 3 പേരുടെ നമ്പറിലേക്ക് വന്ന കോൾസ് എന്തെല്ലാം, ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ പല ലിസ്റ്റ് എടുത്തു. ഓരോ കോളും പ്രത്യേകം പരിശോധിച്ചു. ഇതേ സമയത്ത് ഈ 3 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. അതിന്റെ റിപ്പോർട്ടും വന്നു. റിപ്പോർട്ടിൽ പറഞ്ഞത് 3 പേർക്കും ഗുരുതരമായ പരിക്ക് തലയിൽ സംഭവിച്ചിട്ടുണ്ട്. അരിവാളോ കത്തിയോ പോലുള്ളൊരു വസ്തു ഉപയോഗിച്ച് കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കൊല്ലപ്പെട്ട ഈ 3 പേരിൽ പ്രവീൺ ലാൽ എന്നയാളുടെ മരണത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. അയാളെയും തലയിൽ അടിച്ചിട്ടുണ്ട്, കഴുത്ത് മുറിച്ചിട്ടുണ്ട്. എന്നാൽ അയാൾ മരിക്കുന്നതിന് ചില മിനിറ്റുകൾക്ക് മുൻപ് അയാളുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി കയറിയിട്ടുണ്ട്. പോരാത്തതിന് മുഖത്ത് ആസിഡ് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ പോലീസ് വിചാരിച്ചത് ഈ കൊലയാളി പ്രവീൺ ലാലിനെ കൊന്നതിന് ശേഷം അയാൾ മരിച്ചുവെന്ന് ചിന്തിച്ചു കാണാം. പക്ഷെ പിന്നീടാണ് അയാൾക്ക് ജീവനുള്ളത് മനസ്സിലായത്. ആ സമയത്ത് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടുണ്ടാകാം. കൂടാതെ ഇതൊരു ഡ്രൈ ക്ലീനിങ് ഷോപ്പല്ലേ, അവിടെ ഒരുപാട് ആസിഡ് ഉണ്ട്, അതും എടുത്ത് അയാളുടെ മുഖത്തൊഴിച്ചിട്ടുണ്ടാകാമെന്ന് പോലീസ് ചിന്തിച്ചു. എന്നാൽ ഒന്ന് മാത്രം പോലീസിന് മനസ്സിലായി, ഈ 3 പേരുടെ മരണം, അവരുടെ എല്ലാം അവസാന നിമിഷം അത്രയേറെ വേദനാജനകമായിരുന്നു. അങ്ങനെ 3 പേരെ ആരാണ് ഇത്ര ക്രൂരമായി കൊന്നത്? അവരുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ നോർത്ത് ഇന്ത്യൻ ജയ്സിംഗ് എന്ന വ്യക്തിയാണോ കൊന്നത്? അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിൽ 3ാമതായി ഒരാളുടെ പങ്കുണ്ടോ? ഇങ്ങനെ വളരെ കുഴപ്പങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ കേരളത്തിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഈ മുഴുവൻ കുടുംബത്തെയും ആര് കൊന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നതിന് മുൻപ് തുടർന്ന് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പോലീസ് ഇപ്പോൾ ആ നോർത്ത് ഇന്ത്യൻ ജയ്സിംഗ് എന്ന വ്യക്തിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് കാണാതായ പ്രവീൺ ലാലിന്റെ ഫോൺ, അതും സ്വിച്ച് ഓഫ് തന്നെ. അടുത്ത 3 പേരും സംഭവം നടന്ന അന്നത്തെ ദിവസം, അതിന് മുൻപുള്ള ദിവസം ആരോടൊക്കെ സംസാരിച്ചുവെന്ന് നോക്കുന്നു. പ്രവീൺ ലാൽ, ലാൽസൺ, ഇവർക്ക് ഒരു നമ്പറിൽ നിന്നും കോൾ വന്നിട്ടുണ്ട്. വിളിച്ചത് ഹരീഷ് എന്ന വ്യക്തിയാണ്. അയാൾ ഈ ഡ്രൈ ക്ലീനിങ്ങിന് തൊട്ടടുത്തുള്ള കിംസ് എന്ന ആശുപത്രിയിൽ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അയാൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, തലേന്ന് രാത്രി ഞാൻ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ വിളിച്ചിരുന്നു. ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്നും ബെഡ്ഷീറ്റ്, തലയണ ഉറകളെല്ലാം അവർ വാഷ് ചെയ്യാൻ വാങ്ങിയിരുന്നു. സാധാരണ രാത്രി 10:30 ഡെലിവറി ചെയ്യും. എന്നാൽ അന്നത്തെ ദിവസം 10:45 അപ്പോഴും കിട്ടിയില്ല. എന്തുകൊണ്ട് ഇതുവരെയും ഡെലിവറി ചെയ്തില്ല എന്നറിയാനായി ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു. പ്രവീൺ ലാൽ ഞാൻ ഫോൺ വിളിച്ചു. എന്നാൽ ഫോൺ എടുത്തത് മറ്റാരോ ആയിരുന്നു. അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. എനിക്ക് ഹിന്ദി അറിയില്ല, അതുകൊണ്ട് ഞാൻ കോൾ കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ലാൽസനെ വിളിച്ചു. അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തു. ക്ഷമിക്കണം, ഒരല്പം വൈകിപ്പോയി. 12 മണിയോടുകൂടി എല്ലാം നൽകാം, ഓർഡർ എല്ലാം ഡെലിവറി ചെയ്യാമെന്ന് എനിക്ക് അദ്ദേഹം പ്രോമിസ് ചെയ്തു. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ അവസാനം വരെയും ആ ഓർഡർ എനിക്ക് ലഭിച്ചിട്ടില്ല. ഇതാണ് സംഭവിച്ചത് എന്ന്
ഈ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന വ്യക്തി പറഞ്ഞു. ഈ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ പോലീസ് ചിന്തിച്ചത് ഒരു പക്ഷേ ജയ്സിംഗ് എന്ന വ്യക്തിയായിരിക്കാം പ്രവീൺ ലാലിന്റെ ഫോൺ എടുത്ത് സംസാരിച്ചത്. അതിനുശേഷം ലാൽസനും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 10:11 മണിവരെയും ഇവരുടെ കുടുംബത്തിലെ എല്ലാവരും ജീവനോടെ ഉണ്ടായിരുന്നു. പാത്തോളജിസ്റ്റ് പറഞ്ഞതും ഇത് തന്നെയാണ്. 11നും 12നും ഇടയ്ക്ക് മരണം സംഭവിച്ചിരിക്കാമെന്നാണ്. അടുത്ത 1 മണിക്കൂറിനിടയ്ക്ക് കൊലപാതകം സംഭവിച്ചിട്ടുണ്ടാകണം. കൊലപാതകം ചെയ്ത വ്യക്തി കൊലപാതകം ചെയ്തതിനു ശേഷം പ്രവീൺ ലാലിന്റെ ഫോൺ അയാൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. അവസാന ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് തിരുവനന്തപുരത്താണ് കാണിച്ചത്. ഇപ്പോൾ കടയിൽ ജോലി ചെയ്തിരുന്ന ജയ്സിംഗ് എന്ന വ്യക്തി ഈ കൊലപാതകം ചെയ്തിട്ട് ഇയാളുടെ ഫോൺ എടുത്തുകൊണ്ട് പോയി എന്ന് തന്നെ ചിന്തിക്കാം. സംഭവം നടന്നത് കോട്ടയത്താണ്. അയാളുടെ സ്വന്തം നാടായ ഉത്തർപ്രദേശിലെ മധുര എന്ന സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്നതിന് പകരം എന്തിനയാൾ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നു? ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കി. ഒരു പക്ഷേ പോലീസിനെ കുഴപ്പിക്കാനായി അയാൾ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടാകാം. എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോയി അവിടെ നിന്നും അയാൾ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാകാമെന്നും പോലീസ് ചിന്തിച്ചു. കൂടാതെ കുറ്റകൃത്യ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇത് ജയ്സിംഗ് എന്ന വ്യക്തി ഒറ്റയ്ക്ക് ചെയ്തിരിക്കാനും സാധ്യതയില്ല. മറ്റാരെങ്കിലും അയാൾക്ക് സഹായിച്ചിട്ടുണ്ടാകുമോ എന്ന് സംശയം വന്നു. അതിന് കാരണമുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഒരാളാണ് ഈ കൊലപാതകം ചെയ്തതെങ്കിൽ ആദ്യം ഒരാളെ ആയിരിക്കും ആക്രമിക്കുക. അങ്ങനെ ആക്രമിക്കുമ്പോൾ തീർച്ചയായും അയാൾ നിലവിളിക്കും. ഈ ശബ്ദം കേട്ട് അടുത്തയാൾ വരും. അപ്പോൾ ഇവനിങ്ങനെ അടുത്തടുത്ത് 3 പേരെയും കൊന്നിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഇതിൽ ഒന്നിലധികം വ്യക്തികൾ ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് ചിന്തിച്ചു. സാധാരണ ഏതൊരു കുടുംബത്തിലായാലും ശരി, മുഴുവൻ കുടുംബവും കൊല്ലപ്പെട്ടു, ഒരേയൊരാൾ മാത്രം ജീവനോടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വ്യക്തിയിലായിരിക്കും പോലീസിന്റെ സംശയം പോവുക. ഇപ്പോൾ ഈ വീട്ടിൽ നോക്കിയാൽ വിപിൻ ലാൽ എന്ന അവസാനത്തെ മകൻ മാത്രം ജീവനോടെയുണ്ട്. ജോലി ആവശ്യത്തിനായി മറ്റൊരു സ്ഥലത്തേക്ക് പോയതായിരുന്നു. കടയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെയും കാണാനില്ല. പോലീസുകാർ സാധാരണ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുന്നവരെയും എല്ലാവരെയും സംശയത്തിന്റെ കണ്ണോടി തന്നെ നോക്കും. അതുകൊണ്ട് ഒരു പക്ഷേ ഈ വീട്ടിലെ അവസാനത്തെ മകനായ വിപിൻ ലാലും കടയിൽ ജോലി ചെയ്യുന്ന ഈ ജയ്സിംഗും ചേർന്നാണോ ഇത് ചെയ്തത്? ഈ ഒരു രീതിയിലും പോലീസ് ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ ജയ്സിംഗിന്റെ ഫോൺ നമ്പർ അത് ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു നോക്കുന്നു. അത് മറ്റൊരു പേരിലും അഡ്രസ്സിലുമാണുള്ളത്. അതൊരു ഫേക്ക് അഡ്രസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ജയ്സിംഗ് ഫേക്ക് അഡ്രസ് നൽകിയാണ് നമ്പർ വാങ്ങിയിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ ഈ സാധാരണ ഒരാളെ ജോലിക്കെടുക്കുന്നതിന് മുൻപ് ഇപ്പോൾ ലാൽസൺ തന്നെ ഒരു ആധാർ കാർഡ് വാങ്ങിയിട്ടുണ്ട്. ഈ ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ അതും വ്യാജമാണെന്ന് മനസ്സിലായി. അപ്പോൾ ശരിക്കും ഈ കടയിൽ ജോലി ചെയ്യുന്നയാളുടെ പേര് ജയ്സിംഗ് തന്നെയാണോ, അല്ലെങ്കിൽ യഥാർത്ഥ പേര് മറ്റേതെങ്കിലും ആണോ? ഇത്രയേറെ ഫേക്ക് ഡോക്യുമെന്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അയാൾ വ്യാജ ഐഡന്റിറ്റിയിലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ജയ്സിംഗ് എന്ന വ്യക്തി ഇപ്പോൾ കേരളത്തിൽ ഇല്ല. അയാൾ സ്വന്തം നാടായ മധുരയിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ തിരിഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അങ്ങനെ പോലീസിന്റെ ഒരു ടീം ഉത്തർപ്രദേശിലെ മധുരയിലേക്ക് പോകുന്നു. അവിടെ ലോക്കൽ പോലീസിനോട് സഹായം ചോദിക്കുന്നു. എന്നാൽ ഇപ്പോൾ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം, ജയ്സിംഗിന്റെ യഥാർത്ഥ പേര് അറിയില്ല. അവൻ നൽകിയ എല്ലാ ഡോക്യുമെന്റ്സും വ്യാജമാണ്. അത്ര വലിയ സ്റ്റേറ്റിൽ അവനെ എങ്ങനെ തിരയാൻ സാധിക്കും? യഥാർത്ഥ പേരോ അഡ്രസ്സോ ഒന്നും അറിയില്ല. കേരള പോലീസിന് അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് കൊലയാളി ഒരു വലിയ തെറ്റ് ചെയ്തത്. അതാണ് ഈ ഒരു കേസിൽ വലിയൊരു വഴിത്തിരിവായി തന്നെ മാറിയത്. അതായത് കൊലപാതകം ചെയ്ത വ്യക്തി പ്രവീൺ ലാലിന്റെ ഫോൺ എടുത്തുകൊണ്ട് പോയല്ലോ. പെട്ടെന്ന് ഫോൺ 1 സെക്കൻഡ് ഒന്ന് ഓണായി. ആ ഫോണിൽ നിന്നും മറ്റൊരാൾക്കൊരു കോളും പോയി. ഉടൻ തന്നെ കേരള പോലീസ് ഓൾറെഡി 24 മണിക്കൂറും അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ട്രാക്ക് ചെയ്തു. ഉത്തർപ്രദേശിലുള്ള ഫിറോസാബാദ് എന്ന സ്ഥലത്താണ് ആ ലൊക്കേഷൻ ഇപ്പോൾ കാണിച്ചത്. കോള് പോയ അടുത്ത സെക്കൻഡ് തന്നെ ഫോണും ഓഫ് ആയിട്ടുണ്ട്. പോലീസിന് വ്യക്തമായി മനസ്സിലായി ഇനി മധുരയിൽ തിരിഞ്ഞിട്ട് കാര്യമില്ല. കൊലയാളി ഫിറോസാബാദിലാണുള്ളത്. ഉടൻ തന്നെ ആ ടീം ഫിറോസാബാദിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് എവിടെ തിരയണം എന്നുള്ളതിനും പോലീസിന് ഒരു സൂചന ലഭിച്ചു. അതായത് കൊലയാളി ഫോൺ ഓൺ ചെയ്ത ഉടനെ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തല്ലോ, ആ നമ്പർ ആരുടേതാണെന്ന് പോലീസ് ട്രാക്ക് ചെയ്തു. ആ നമ്പറിലുള്ള വ്യക്തിയും ഫിറോസാബാദിലുള്ള വ്യക്തിയാണ്. ആ നമ്പർ ഏത് അഡ്രസ്സിൽ രജിസ്റ്റർ ആയി എന്ന് പരിശോധിച്ചു. ലോക്കൽ പോലീസിന്റെ സഹായത്തോടു കൂടി ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുന്നു. അയാൾ പുറത്തേക്ക് വന്നു. പോലീസ് ചോദിച്ചു, ഇത് നിങ്ങളുടെ നമ്പറാണോ എന്ന്. നിങ്ങളുടെ നമ്പറിലേക്ക് ഇന്ന സമയത്ത് ഇന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കോൾ ചെയ്തത് ആരാണെന്ന് ചോദിച്ചു. ഓ അതാണോ, അതെന്റെ സുഹൃത്താണ്, നരേന്ദ്രയാണെന്നും പറഞ്ഞു. ഇപ്പോഴാണ് പോലീസ് നരേന്ദ്ര എന്ന പേര് തന്നെ കേൾക്കുന്നത്. അതായത് ജയ്സിംഗ് എന്ന വ്യാജ പേരോടുകൂടി ജീവിച്ച കൊലയാളിയുടെ പേര് നരേന്ദ്രയാണെന്ന് പോലീസിന് മനസ്സിലായി. ശരി, നരേന്ദ്ര എവിടെയാണെന്ന് ചോദിച്ചു. ഇവിടെയാണ്, 2 വീട് മാറിയാണ് അവന്റെ വീടുള്ളതെന്നും പറഞ്ഞു. അവന്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നും ചോദിച്ചു. അയാളും അതിന് സമ്മതിച്ചു. അയാളുടെ വീട്ടിൽ ആരാണുള്ളത്? അമ്മ, അച്ഛൻ, സഹോദരൻ ഉണ്ടാകും. വീട്ടിൽ അത്രയേറെ പേരുണ്ടെങ്കിലും ഞാനും അവനുമാണ് നല്ല സുഹൃത്തുക്കൾ. കുറച്ചു ദിവസം മുൻപ് വരെയും അവൻ കേരളത്തിൽ ജോലി ചെയ്യുകയായിരുന്നു.
ഇപ്പൊ അവിടുത്തെ ജോലി കഴിഞ്ഞതുകൊണ്ട് അവൻ നാട്ടിലേക്ക് വന്നതാണ്. ഫിറോസാബാദിലേക്ക് വന്ന ഉടൻ തന്നെ അവൻ എനിക്ക് ഫോൺ ചെയ്തു. അവന്റെ ഫോൺ എന്തോ പ്രശ്നമായതുകൊണ്ട് മറ്റേതോ നമ്പറിൽ നിന്നാണ് എന്നെ വിളിച്ചത്. കാണാമെന്നും പറഞ്ഞു. അങ്ങനെ ഫോണിലൂടെ ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ ഇടുകയായിരുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ അയാൾ നരേന്ദ്രയുടെ വീട്ടിലേക്ക് പോലീസുകാരെ കൊണ്ടുപോയി. എന്നാൽ പോലീസ് നേരിട്ട് വീട്ടിൽ ചെന്നില്ല. പകരം ആ വീടിന് ചുറ്റും മറഞ്ഞിരിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ പോലീസിനെ കണ്ടാൽ അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പോയ സുഹൃത്ത് വാതിൽ മുട്ടുന്നു. നരേന്ദ്ര എന്ന വ്യക്തി വാതിൽ തുറക്കുന്നു. രണ്ടുപേരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് അവന്റെ മുൻപിൽ വന്നു നിന്നു. അവനെ പിടിച്ച് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആ വീട് മുഴുവനും പരിശോധിച്ചു. കാരണം കേരളത്തിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവന്ന ആഭരണങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ അതൊരു വലിയ തെളിവായി തന്നെ മാറും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു ബാഗ് ലഭിച്ചു. ആ ബാഗും മരിച്ചുപോയ ലാൽസന്റെ വീട്ടിൽ നിന്നാണ് മോഷ്ടിച്ചത്. ആ ബാഗിനുള്ളിൽ അവൻ മോഷ്ടിച്ച ആഭരണം, പണം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ വീട്ടിലെ ചില രേഖകളും അവൻ മോഷ്ടിച്ചിരുന്നു. അതെന്തിനാണ് മോഷ്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ വെറുതെ പോലീസിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണെന്ന് മോൻ പറഞ്ഞു. ഇതിനെല്ലാം പുറമെ ബാഗിനുള്ളിൽ പോലീസ് കണ്ടെത്തിയ മറ്റൊരു വസ്തു അവസാനം പ്രസന്നകുമാരിയുടെ കമ്മൽ കാതോടുകൂടി കട്ട് ചെയ്ത് കൊണ്ടുപോയല്ലോ. ആ കാതും കമ്മലും ബാഗിനുള്ളിൽ നിന്നും കണ്ടെത്തി. വല്ലാത്ത ദുർഗന്ധവും ബാഗിനുള്ളിൽ നിന്നും വരുന്നുണ്ട്. ഈ തെളിവുകളെല്ലാം ശേഖരിച്ച് നരേന്ദ്ര എന്ന കൊലയാളിയെ പോലീസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞത്, പെട്ടെന്ന് 3 പേർ അകത്തേക്ക് വന്നു. എന്നെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി. അവരാണ് ഇതെല്ലാം ചെയ്തത്. എന്നെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി എന്നും അവനൊരു കഥ കെട്ടിച്ചമയ്ക്കാൻ തുടങ്ങി. ശരി, നീ ഇങ്ങനെയൊക്കെ പറയും എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ തെളിവ് കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് പോലീസ് അവർ ശേഖരിച്ച തെളിവുകളെല്ലാം കാണിച്ചു കൊടുത്തു. CCTV ദൃശ്യങ്ങളും വീട്ടിൽ നിന്നും എടുത്ത തെളിവുകളും എല്ലാം തന്നെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് സത്യം പറയാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ അവന് മനസ്സിലായി ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് തുറന്നു പറയാൻ തുടങ്ങി. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരുപാട് പേർ ഹോണസ്റ്റ് ആയവരുണ്ട്. എന്നാൽ ചിലർ ശരിക്കും മോഷ്ടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ക്രൈം ചെയ്യണം, ഒരവസരം ലഭിച്ചാൽ ഒരുപാട് പണം മോഷ്ടിച്ചെടുത്ത് സെറ്റിലാകാമെന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ചിലരെങ്കിലും ഉണ്ട്. ഇവർ ചെയ്യുന്നത് വരുമ്പോൾ തന്നെ ഫേക്ക് ഐഡന്റിറ്റിയോട് കൂടി വരും. അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കുന്ന ആധാർ കാർഡ് എല്ലാം തന്നെ വ്യാജമായിരിക്കും. ഇയാളും അതുപോലൊരു പദ്ധതിയോടുകൂടിയാണ് വന്നത്. വരുമ്പോൾ തന്നെ ജയ്സിംഗ് എന്ന വ്യാജ പേരിൽ ആധാർ കാർഡ് രേഖകളെല്ലാം കൊണ്ടുവന്നു. ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ ജോലി വേണമെന്ന് ലാൽസൻ ഒരു അഡ്വർടൈസ്മെന്റ് നൽകിയിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ജോലിക്കും ചേർന്നു. വിശ്വാസം നേടിയെടുക്കാനായി കുടുംബം നാട്ടിലാണ്, കുഞ്ഞുങ്ങളുണ്ട്, ദാരിദ്ര്യമാണ്, ഞാനൊരാൾ സമ്പാദിച്ചാൽ മാത്രമേ 3 നേരം കഴിക്കാൻ പറ്റൂ, ഇങ്ങനെ ഒരു അനുകമ്പയൊക്കെ സൃഷ്ടിച്ച് ജോലിക്ക് കയറി. ലാൽസനെ പറയുകയാണെങ്കിൽ അയാളും ഒരു കർക്കശക്കാരനാണ്. ജോലി ചെയ്യുന്ന ആളുകളോട് കർക്കശമായി തന്നെ പെരുമാറും. അതും നമ്മുടെ നാട്ടിൽ വരുന്ന നോർത്ത് ഇന്ത്യൻസിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ശമ്പളത്തേക്കാൾ കൂടുതൽ ജോലി കൊടുക്കും. അങ്ങനെ ഇയാൾക്ക് ഓവർ ഡ്യൂട്ടി നൽകി. ചില സമയങ്ങളിൽ ജോലി തെറ്റായി ചെയ്താൽ അപമാനിക്കുന്ന രീതിയിൽ ശകാരിക്കും. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ലാൽസൻ വല്ലാതെ അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോഴും ഈ നരേന്ദ്ര തനിക്കായി ഒരു ദിവസത്തിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. ആ ദിവസം ഈ കുടുംബത്തെ മുഴുവനും നശിപ്പിക്കുമെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. അങ്ങനെ മെയ് മാസം 17-ാം തീയതി ഒരു മികച്ച അവസരം അവന് ലഭിച്ചു. വാസ്തവത്തിൽ അന്നത്തെ ദിവസം ഈ കിംസ് എന്ന ആശുപത്രിയിൽ നിന്നും ഒരുപാട് ഓർഡർ ലഭിച്ചിരുന്നു. രാത്രി 10:30 ഡെലിവറി ചെയ്യണമായിരുന്നു. അന്നത്തെ ദിവസം 10:30 ഡെലിവറി ചെയ്തില്ല. ഇവരുടെ പ്രവീൺ ലാൽ എന്ന മകൻ നന്നായി തന്നെ ജോലി നോക്കും. പക്ഷെ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ നന്നായി മദ്യപിക്കും. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധം കാണില്ല. അന്നത്തെ ദിവസവും അയാൾ നന്നായി മദ്യപിച്ച് ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ വന്നിരുന്നു. ലാൽസനും ഭാര്യയും വീട്ടിൽ ഉറങ്ങാനായി പോയി. ഇങ്ങനെ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്താമെന്ന് ജയ്സിംഗ് തീരുമാനിച്ചു. പതിയെ വീടിന് പിന്നിലേക്ക് പോയി ചെറിയ അരിവാള് പോലുള്ള ഒന്ന് എടുത്തുകൊണ്ട് വന്നു. മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട പ്രവീൺ ലാലിന്റെ തലയിൽ തന്നെ അടിച്ചു. അയാൾക്ക് ബോധം നഷ്ടമായി. കഴുത്ത് കട്ട് ചെയ്തു. അവിടെ തന്നെ രക്തം വാർന്ന് പ്രവീൺ ലാൽ കിടക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ, ഭർത്താവ് രണ്ടുപേരെയും കൊല്ലാം. അതിനെന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കിംസ് ഹോസ്പിറ്റലിൽ നിന്നും ഡെലിവറി ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാനായി കോൾ വന്നത്. പ്രവീൺ ലാലിന്റെ ഫോൺ ഇയാൾ അറ്റൻഡ് ചെയ്തു. ഹിന്ദി സംസാരിച്ചത് കൊണ്ട് ഉടൻ തന്നെ കോൾ കട്ടായി. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ലാൽസനെ വിളിച്ചു. ലാൽസൻ ഫോൺ എടുത്തു. ശരി, ഞാൻ ഇപ്പോൾ തന്നെ ഡെലിവറി ചെയ്യാം എന്നും പറഞ്ഞ് അയാൾ വീട്ടിൽ നിന്നും ഡ്രൈ ക്ലീനിങ് കടയിലേക്ക് വരുന്നു. ഇതിനുള്ളിൽ ജയ്സിംഗും തയ്യാറായി നിൽക്കുകയാണ്. അവന് നന്നായി അറിയാം കോൾ ഇവിടെ കട്ടായി. അപ്പോൾ നേരെ ലാൽസനിലേക്കായിരിക്കും കോള് പോകുന്നത്. അയാൾ തീർച്ചയായും കടയ്ക്കുള്ളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ കൊല്ലാമെന്നും തീരുമാനിച്ച് തയ്യാറായി നിൽക്കുന്നു. വിചാരിച്ചതുപോലെ ലാൽസൻ കടയ്ക്കുള്ളിലേക്ക് വരുന്നു. അതുപോലെ അടിക്കുന്നു, കഴുത്തറുക്കുന്നു. അയാളും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അടുത്ത അയാൾ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു.
സാർ നിങ്ങളെ വിളിക്കുകയാണ്, ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ എന്തോ ഒരു സഹായം വേണം, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉറങ്ങിക്കിടന്ന പ്രസന്നകുമാരി എന്ന സ്ത്രീയെയും ഡ്രൈ ക്ലീനിങ് ഷോപ്പിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അവിടെ വച്ച് തന്നെ ആ സ്ത്രീയുടെ തലയിൽ അടിക്കുകയും കഴുത്ത് മുറിക്കുകയും ചെയ്തു. 3 പേരും മരിച്ചുവെന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരുന്നു പ്രവീൺ ലാലിന് ജീവനുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന അയൺ ബോക്സിന്റെ വയർ കട്ട് ചെയ്തു. എന്നിട്ട് ആ ഇലക്ട്രിസിറ്റി പ്രവീൺ ലാലിന്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ടു. അടുത്തുണ്ടായിരുന്ന ആസിഡ് എടുത്ത് മുഖത്തൊഴിച്ചു. 3 പേരും മരിച്ചു. ഡെഡ് ബോഡി എല്ലാം വലിച്ചിഴച്ച് വീടിന്റെ ലിവിംഗ് റൂമിൽ കൊണ്ടിട്ടു. പിന്നീട് വീട് മുഴുവനും കൊള്ളയടിക്കാൻ തുടങ്ങി. ആദ്യം ഡ്രൈ ക്ലീനിങ് ഷോപ്പ്, അവിടെയുള്ള പണമെല്ലാം എടുത്തു. വീടിനുള്ളിലേക്ക് പോയി. അവിടെ ഇതിനകം തന്നെ ധാരാളം പണവും സ്വർണവും ഉണ്ട്. വീട് എങ്ങനെയാണ് അവൻ നന്നായി തന്നെ അറിയാം. എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് ആവശ്യമായ എല്ലാം എടുത്തു. പിന്നീടായിരുന്നു പ്രസന്നകുമാരിയെ കണ്ടത്. കഴുത്തിലും കയ്യിലും ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. മാലയും വളയും മോതിരവും എല്ലാം എടുത്തു. എന്നാൽ കാതിലെ കമ്മൽ മാത്രം ഊരാൻ സാധിച്ചില്ല. അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഉടൻ തന്നെ 2 കാതും കട്ട് ചെയ്തു. ഈ മോഷ്ടിച്ച എല്ലാ വസ്തുക്കളും വയ്ക്കാനായി ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു ബാഗും എടുത്തു. എന്നിട്ട് കടയുടെ ഷട്ടർ പകുതി മാത്രമേ അടച്ചിട്ടുള്ളൂ. വീണ്ടും അത് താഴ്ത്തി അടയ്ക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ശബ്ദം പുറത്ത് കേൾക്കും. അതുകൊണ്ട് അയാൾ ആ ഷട്ടർ തൊടാൻ പോയില്ല. ആ 30% ഓപ്പൺ ചെയ്ത് ആ സ്ഥലം വഴി തന്നെ അയാൾ പതിയെ കുനിഞ്ഞിറങ്ങി നേരെ തിരുവനന്തപുരത്ത് പോയി. അവിടെ നിന്നും ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ നിന്നും ഗോവയിൽ നിന്നും ഫിറോസാബാദിലേക്കും പോയി. ഇപ്പോഴും വിചാരിച്ചത് താൻ കൊടുത്ത ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്ക് ആണ്. സ്ഥലം മധുരയാണ്. പേര് പോലും പോലീസിന് അറിയില്ല. അതുകൊണ്ട് പോലീസിന് തന്നോട് അടുക്കാൻ പോലും സാധിക്കില്ല എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ എത്രയേറെ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്തിട്ട് കൂടിയും ഒരു ഫോൺ എടുത്തുകൊണ്ട് പോയതിലൂടെ എല്ലാ പദ്ധതിയും തകർന്നു. എന്തെങ്കിലും കോൾ വിളിക്കാം, അത്യാവശ്യ സാഹചര്യത്തിൽ പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചായിരിക്കാം ഫോൺ എടുത്തുകൊണ്ട് പോയത്. ആ ഫോൺ എടുത്ത് ഫിറോസാബാദിൽ വെച്ച് ഓൺ ചെയ്തത് കൊണ്ടാണ് പോലീസ് അവനെ ട്രാക്ക് ചെയ്ത് ഈ ഒരു കേസ് തന്നെ സോൾവ് ചെയ്യാൻ സാധിച്ചത്. പോലീസ് ഇവനെ എഗെയിൻസ്റ്റ് എല്ലാ തെളിവുകളും കളക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഇവന്റെ ഈ ഒരു കുറ്റസമ്മതം വെച്ച് മാത്രം ഇവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. ആദ്യം ക്രൈം സീൻ ലഭിച്ച ഫോറൻസിക് തെളിവുകളെല്ലാം ലിങ്ക് ചെയ്യുന്നു. അതിനുശേഷം സംഭവം നടന്നപ്പോൾ ഇവൻ ആ ലൊക്കേഷനിലാണോ ഉണ്ടായിരുന്നത് എന്നും കണ്ടെത്തുന്നു. പിന്നീട് ഇവന്റെ സെൽഫോൺ റെക്കോർഡ്സ്, എല്ലാ തെളിവുകളും ശേഖരിച്ചു. മോഷ്ടിച്ച വസ്തുക്കൾ, കട്ട് ചെയ്തെടുത്ത കാത്, എല്ലാ ഫോറൻസിക് തെളിവ്, ഫിസിക്കൽ എവിഡൻസ് എല്ലാം ഇവൻ എഗൻസ്റ്റ് ആണ്. അങ്ങനെ കോടതിയിൽ ഈ ഒരു കേസ് പോയാൽ തീർച്ചയായും അവന് വലിയൊരു ശിക്ഷ തന്നെ നൽകി കൊടുക്കാൻ കഴിയുമെന്ന് പോലീസ് വിശ്വസിച്ചു. പ്രോസിക്യൂട്ടർ, പോലീസ് 2 പേരും ചേർന്ന് ഈ ഒരു കേസ് വിചാരണയ്ക്ക് കൊണ്ടുപോയി. കേരള കോടതിയിൽ ഈ ഒരു കേസ് നടക്കുന്നു. കേസ് അന്വേഷിച്ച് ജഡ്ജി പറഞ്ഞത് തെളിവുകളെല്ലാം മികച്ചതാണ്. 3 പേരെ കൊന്ന കുറ്റത്തിന് നരേന്ദ്ര കുറ്റവാളിയെന്ന് സ്ഥിരീകരിച്ചു. വധശിക്ഷ വിധിച്ചു. സാധാരണ ഒരാൾക്ക് വധശിക്ഷ നൽകിയാൽ പലരും കരയുകയും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ശിക്ഷ കുറയ്ക്കണമെന്നൊക്കെ കരഞ്ഞു പറയാനായിരിക്കും തുടങ്ങുക. എന്നാൽ നരേന്ദ്ര ചിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായില്ല. നോക്ക്, ഞാൻ നിനക്ക് എന്ത് ശിക്ഷയാണ് നൽകിയത് എന്ന് നിനക്കറിയോ? ഒരുപക്ഷെ നിനക്ക് മലയാളം അറിയാത്തത് കൊണ്ട് പിടികിട്ടി കാണില്ല. ഇപ്പൊ നരേന്ദ്ര പറഞ്ഞത്, ഇല്ല സാർ, എനിക്ക് മലയാളം നന്നായി തന്നെ അറിയാം. നിങ്ങൾ എനിക്ക് എന്ത് ശിക്ഷ നൽകിയെന്നും എനിക്ക് മനസ്സിലായി. സാരമില്ല സാർ, ജീവിതം വളരെ ഈസിയായി തന്നെ എടുക്കാമെന്ന് അത്ര അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. ഇതെല്ലാവരെയും വല്ലാതെ ഞെട്ടിപ്പിച്ചു. അങ്ങനെ ജയിലിൽ കിടന്നവൻ തന്റെ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ജയിലിലായിരിക്കുമ്പോഴും അവൻ ചെയ്തത് ധാരാളം വായിക്കാൻ തുടങ്ങി. ഇതിനകം ബിരുദം പൂർത്തിയാക്കി. അവിടെ തന്നെ മാസ്റ്ററും പഠിച്ചു. കമ്പ്യൂട്ടർ എല്ലാം പൂർത്തിയാക്കി. പഠനത്തിൽ ഒരുപാട് താല്പര്യം കാണിച്ചു. പിന്നീട് ഇവന് നൽകിയ വധശിക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. ഹൈക്കോടതിയിൽ ഈ ഒരു ഹർജി വരുമ്പോൾ തന്നെ ജഡ്ജി ചോദിച്ചത്, ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ അവർ കേസ് അന്വേഷിച്ചു. അയാൾ ജയിലിലേക്ക് പോയതിനു ശേഷം ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഡിഗ്രി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നന്നാകാൻ ഒരവസരം നൽകിയാൽ അവൻ നന്നാകുമായിരിക്കും എന്ന് കരുതിയ കോടതി അവന് നൽകിയ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഒരു 10 വർഷം ജയിലിൽ കിടക്കും. ഇതിനിടെ നല്ല നടത്തിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എന്നുള്ള കാരണങ്ങളാൽ അവനെ മോചിപ്പിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഹൈക്കോടതി നൽകിയ ഒരു വിധി കേരള ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രതിഷേധത്തിന് കാരണമായി. എല്ലാവർക്കും അസംതൃപ്തി സൃഷ്ടിച്ചു. എന്താണിതിങ്ങനെയൊക്കെ? 3 കൊലപാതകം ചെയ്തു. ഇവന് ഇങ്ങനെ ക്ഷമിക്കാൻ പാടുണ്ടോ? നിയമത്തിൽ എന്തൊക്കെ പഴുതുണ്ടെന്ന് അവന് നന്നായി തന്നെ അറിയാം. സെഷൻ കോടതിയിൽ വധശിക്ഷ നൽകിയാൽ ഞാൻ ഹൈക്കോടതിയിൽ ചെന്നത് ക്യാൻസൽ ചെയ്യും. ഇതവന് നന്നായി അറിയാമായിരുന്നത് കൊണ്ടാണ് വിധി കേട്ടും അവൻ ഭയപ്പെടാത്തത്. അവസാനം അവൻ വിചാരിച്ചതുപോലെ സംഭവിക്കുകയും ചെയ്തു. അവന്റെ ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. എന്നാൽ എപ്പോൾ അവൻ റിലീസാകുമെന്ന് ആർക്കും അറിയില്ല. നമ്മൾ ഈ ക്രൈം കേസൊക്കെ കേൾക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ അങ്ങനെ കേട്ട് അവസാനിപ്പിക്കും. ഒരു ക്രൈം നടന്നു, സംഭവം നടന്നു, ത്രില്ലിംഗ് ആണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു, കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, ഇങ്ങനെയൊക്കെ കരുതി നമ്മളത് കേട്ട് പിന്നെ അതങ്ങ് മറക്കും. ഇതിനെല്ലാം അപ്പുറം ഓരോ കുറ്റകൃത്യത്തിൽ നിന്നും നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്.
അതുപോലെയാണ് ഈ ഒരു കേസും നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഈ നിർമ്മാണ കൺസ്ട്രക്ഷൻ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന 80% നോർത്ത് ഇന്ത്യൻസ് ആണ്. അവിടെ മാത്രമല്ല, ഹോട്ടൽസ്, ആഭരണശാലകൾ, എല്ലായിടങ്ങളിലും ഇവരാണ് കൂടുതലായും ജോലി ചെയ്യുന്നത്. പക്ഷേ വരുന്ന എല്ലാവരെയും കുറ്റം പറയുന്നില്ല, വരുന്ന എല്ലാവരും നല്ലവരും എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഒരു കേസ് കണ്ടതിന് ശേഷം എല്ലാവരും വിശ്വസിക്കാൻ കഴിയില്ല. ചിലരൊക്കെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യണം, അകപ്പെടാൻ പാടില്ല എന്ന് പദ്ധതിയിട്ട് ഫേക്ക് ഡോക്യുമെന്റ്സോട് കൂടിയാണ് വരുന്നത് തന്നെ. ഇതൊക്കെ ഈ കേസിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ആരെങ്കിലും ജോലിക്ക് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുകയാണെങ്കിലോ ശരിയായ വെരിഫിക്കേഷൻസ് ചെയ്യുക. പലരും ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ 1000 രൂപയ്ക്കാണ് ജോലി നോക്കി തരിക, പക്ഷെ ഇയാൾ വെറും 500 രൂപയ്ക്ക് ജോലി നോക്കും. മൃഗത്തെ പോലെ പണിയെടുപ്പിക്കുകയും ചെയ്യാം. ഈ ഒരു രീതിയിൽ നാട്ടിലെ പലരും ഇങ്ങനെയുള്ള വെരിഫിക്കേഷൻസ് ഒന്നും കൂടാതെയാണ് പലരെയും ജോലിക്കെടുക്കുന്നത്. പക്ഷെ ഇത് പ്രശ്നത്തിൽ തന്നെ അവസാനിക്കും. ശരിയായ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യുക. ഫാമിലി നമ്പർ ശരിയാണോ, തന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാണോ, എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഒക്കെ റീചെക്ക് ചെയ്തതിന് ശേഷം ജോലിക്ക് കയറ്റുക. ഇപ്പോൾ വയസ്സായ ദമ്പതികളൊക്കെ താമസിക്കുന്ന വീട്ടിൽ നോർത്ത് ഇന്ത്യൻസ് ആരെങ്കിലും ഒരു സ്ത്രീ ജോലിക്ക് പോവുകയാണെന്ന് കരുതുക, എന്തായിരിക്കും സംഭവിക്കുക? ശരിക്കും അവരൊരു നല്ല സ്ത്രീ ആണെങ്കിൽ പോലും ഇങ്ങനെ ഇവർ ഒറ്റയ്ക്ക് ഉള്ള ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ മോഷ്ടിക്കാനോ വയസ്സായ ദമ്പതികളെ എന്തെങ്കിലും ചെയ്യാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ജോലിക്ക് എടുക്കുകയാണെങ്കിലോ മറ്റെവിടെ എന്ത് തന്നെ ആയാലും നോർത്ത് ഇന്ത്യൻസിനെ നിയമിക്കുമ്പോൾ ശരിയായ രേഖകളുണ്ടോ എന്ന് പരിശോധിക്കുക. ആധാർ ശരിയാണോ എന്ന് ഉറപ്പാക്കുക. എല്ലാം 100% ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ജോലിക്ക് എടുക്കുക. ഇല്ലെങ്കിൽ ജയ്സിംഗ് പോലുള്ള വ്യാജ പേരിൽ ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കൊക്കെ എന്ത് സംഭവിക്കുമെന്നേ അറിയില്ല. നോർത്ത് ഇന്ത്യൻസ് എന്നല്ല, പൊതുവെ നമ്മൾ എടുക്കേണ്ട കാര്യം, ഒരുപാട് പേർ ചെയ്യുന്ന ഒരു തെറ്റാണ്. നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരെ നമ്മൾ റെസ്പെക്ട് ചെയ്തില്ല, അടിമയെ പോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക. ഒരല്പം റെസ്പെക്ട് കൊടുക്കില്ല. ജോലി ചെയ്തില്ലെങ്കിൽ ശകാരിക്കും, മോശം വാക്കുകൾ ഉപയോഗിച്ച് വഴക്ക് പറയും, ജോലി ചെയ്തില്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടും. അപ്പോൾ സൗഹാർദ്ദപരമായ ഒരു ബന്ധമില്ലാതെ അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ളിൽ തന്നെ അതൊരു പ്രതികാരത്തിന് കാരണമായി മാറും. അങ്ങനെ ഒരു അവസരം നമ്മൾ സൃഷ്ടിക്കാതിരിക്കുക. എല്ലാവർക്കും ഈ പ്രതികാര ചിന്ത വരണമെന്നില്ല, പക്ഷേ വരുന്നവർ ചിലരെങ്കിലും കാണുമല്ലോ, അവർ കാരണമാണ് നമ്മൾ വലിയ അപകടത്തിലാകാൻ പോകുന്നത്. അങ്ങനെയുള്ളവർ കാരണം എന്നായാലും ദോഷം തന്നെയാണ്. ഇന്ന് നമ്മൾ കണ്ടതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാക്സിമം ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ വഴിയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ച് അറിയാനും കേൾക്കാനും താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.